ചിക്കൻ കറി പോലെ അല്ലെങ്കിലും അതേപോലെ ഒരു കിഴങ്ങ് കറി വെച്ചാലോ? അപ്പോൾ ഇതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് വറക്കണ്ട, ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഇനി അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് 2 പഴുത്ത തക്കാളിയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി തക്കാളിയൊക്കെ നല്ല സ്മൂത്തായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്തിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അതും ചേർത്തിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കിന് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഒരു കൈപ്പിടി അളവിൽ കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. മൂടി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിന്, ചപ്പാത്തിക്ക്, ദോശയ്ക്ക് എല്ലാത്തിൻ്റെയും കൂടെ പോകും. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ റെസിപ്പീസിന് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്